നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എൻ.എം. വിജയന്റെ ആത്മഹത്യ DCC പ്രസിഡന്റ് ND അപ്പച്ചനെ അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത ആർജിക്കർ ബലാത്സംഗ കൊല വിധിക്കെതിരെ ബംഗാൾ സർക്കാരിന് അപ്പീൽ നൽകാനാകില്ലെന്ന് CBI. ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി US. അടുത്ത ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ. PPE കിറ്റ് അഴിമതി മുൻ ആരോഗ്യമന്ത്രി ഒന്നാം പ്രതിയെന്ന് രമേശ് ചെന്നിത്തല. ഏകസ്ഥരായ വനിതകൾക്ക് ഭവനമൊരുക്കി KCBC ഫാമിലി കമ്മീഷൻ. വാർത്തകൾ വിശദമായി. വയനാട് DCC ട്രഷറർ N.M. വിജയന്റെ മരണത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെയാണ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിട്ടയക്കും. കേസിലെ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA-ക്ക് നിയമസഭ സമ്മേളിക്കുന്നതിനാൽ ഇളവ് നൽകിയിരുന്നു. 23, 24, 25 തീയതികളിൽ MLA ചോദ്യം ചെയ്യലിനെ ഹാജരാകും. വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിലാണ് IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, DCC മുൻ ട്രഷറർ KK ഗോപിനാഥ് തുടങ്ങിയവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത്. KPCC പ്രസിഡന്റിന് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നുവെന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളും നേതാക്കളെ പ്രതി ചേർക്കുന്നതിലേക്ക് നയിച്ചതായാണ് വിവരം. ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം മേധാവി ബത്തേരി DYSP KK അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. N.M. വിജയന്റെ കത്തുകളിലെയും ഡയറിക്കുറിപ്പിലെയും പേരെ പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങളെന്നാണ് സൂചന. വിജയന്റെ മുറിയിൽ നിന്ന് ലഭിച്ച ഡയറിക്കുറിപ്പിൽ 1.5 കോടിയോളം രൂപയുടെ വായ്പയടക്കമുള്ളവ ഉണ്ടെന്ന സൂചനകളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 14 ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങൾ പ്രത്യേക സംഘം തേടുകയും ചെയ്തു. ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങളിൽ 1 കോടിയിലേറെ രൂപയുടെ ബാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നിയമനത്തിന് പണം വാങ്ങി വഞ്ചിച്ചതായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച 2 പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതേക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിരുന്നു. ബാങ്കിലെ നിയമന തട്ടിപ്പ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിരുന്നു. വയനാട് വിജിലൻസ് DYSP ഷാജി വർഗീസിനാണ് അന്വേഷണ ചുമതല. വിജയന്റെയും മകന്റെയും ആത്മഹത്യയെ തുടർന്ന് മാധ്യമങ്ങളിലെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ബാങ്ക് നിയമനമടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ വിധിക്കെതിരെ സംസ്ഥാനത്തിന് അപ്പീൽ നൽകാനാകില്ലെന്ന് CBI. കൊൽക്കത്ത ഹൈക്കോടതി സംസ്ഥാനത്തിന്റെ അപ്പീൽ പരിഗണിക്കവെയാണ് വാദം. അന്വേഷണ ഏജൻസി എന്ന നിലയിൽ CBI അപ്പീൽ നൽകും. കോടതി ഇടപെടൽ കൊണ്ടാണ് അന്വേഷണം CBIക്ക് കൈമാറിയതെന്ന് ബംഗാൾ സർക്കാർ വ്യക്തമാക്കി. ക്രമസമാധാനം സർക്കാരിന്റെ വിഷയമെന്നും ബംഗാൾ സർക്കാർ കൂട്ടിച്ചേർത്തു. അപ്പീൽ ഫയൽ ചെയ്യാൻ പ്രതിയെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന് സഞ്ജയ് റോയിയുടെ അഭിഭാഷകൻ പറഞ്ഞു. ഇതിന് അനുമതി നൽകാൻ സർക്കാരിന് നിർദ്ദേശമുണ്ട്. കേസ് അടുത്ത തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ബംഗാൾ സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. പ്രതി സഞ്ജയ് റോയിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു ആവശ്യം. കോടതി വിധിയിലെ കൊൽക്കത്ത പോലീസിനെതിരായ പരാമർശം സർക്കാരിനെതിരെ BJP ആയുധമാക്കുകയാണ്. വധശിക്ഷ വിധിക്കുമെന്ന് കരുതിയ കേസിൽ പ്രതിക്ക് ശിക്ഷ ജീവപര്യന്തമായതോടെ വലിയ നിരാശയാണ് ആരോഗ്യ പ്രവർത്തകരടക്കം പങ്കുവയ്ക്കുന്നത്. ഡോക്ടർമാരുടെ സംഘടനകളടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തി. വിധി പകർപ്പിൽ കൊൽക്കത്ത പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം വിചാരണ കോടതി ജഡ്ജി ഉയർത്തിയതോടെ ബംഗാൾ സർക്കാരും പ്രതിരോധത്തിലായി. 172 പേജുള്ള വിധിയിൽ തുടക്കം മുതൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ പ്രതി സഞ്ജയ് റോയിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന വാദം കോടതി തള്ളിക്കളഞ്ഞിരുന്നു. പ്രതി സഞ്ജയ് റോയ് ജീവിതാന്ത്യം വരെ ജയിലിൽ തുടരണമെന്നും 17 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരമായി ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ നഷ്ടപരിഹാരം വേണ്ടെന്നായിരുന്നു കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. പെൺകുട്ടികളുടെ സുരക്ഷ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്തും PPE കിറ്റ് കൂടിയ വിലയ്ക്ക് വാങ്ങിയും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വലിയ അഴിമതിയാണ് കോവിഡ് കാലത്ത് നടത്തിയതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല.
ഇതിനെതിരെ കേസെടുക്കണം. ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറാണ് ഇതിൽ ഒന്നാം പ്രതിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോവിഡ് കാലത്ത് ജനം അനുഭവിച്ച ദുരിതം വിറ്റുകാശാക്കാൻ ശ്രമിച്ചതിൽ വെറുതെ ഇരിക്കില്ല. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന കമ്മിറ്റിയാണ് കൂടിയ വിലയ്ക്ക് PPE കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചത്. ദുരന്തത്തെ പോലും അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ച സർക്കാരാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് കോവിഡ് സമയത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന് CAG റിപ്പോർട്ട് പുറത്തുവന്നത്. പൊതുവിപണിയേക്കാൾ 300% ഉയർന്ന നിരക്ക് നൽകിയാണ് PPE കിറ്റ് വാങ്ങിയതെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. ഇതിലൂടെ 10.23 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടായത്. PPE കിറ്റ് 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് വാങ്ങിയെന്നും 2 ദിവസത്തിന് ശേഷം മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയെന്നും റിപ്പോർട്ട് പറയുന്നു. 2 ദിവസത്തിൽ PPE കിറ്റിന്റെ വില 1000 രൂപ കൂടിയെന്നാണ് CAG ചൂണ്ടിക്കാട്ടുന്നത്. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തടഞ്ഞ് സാൻ ഫാർമ എന്ന കമ്പനിക്ക് PPE കിറ്റിനെ മുൻകൂറായി മുഴുവൻ പണവും നൽകിയെന്നുമാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെയാണ് ഈ ഇടപാട് നടന്നത്. സർക്കാർ നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിറ്റുകൾ നൽകാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ സ്ഥിരം വിതരണക്കാരായ 3 പേരുൾപ്പെടെ 4 സ്ഥാപനങ്ങൾ തയ്യാറായി നിൽക്കെയാണ് ഉയർന്ന നിരക്കിൽ ഓർഡർ നൽകിയത് എന്നതടക്കം വിവരങ്ങൾ സർക്കാരിനെ നേരത്തെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത്യാവശ്യ സാഹചര്യം നേരിടാനുള്ള നടപടിയെന്ന് വിശദീകരിച്ചാണ് സർക്കാരും ഭരണ നേതൃത്വവും പിടിച്ചു നിന്നതും. PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ്? 500 രൂപയ്ക്ക് 450 മുതൽ 500 രൂപയ്ക്ക് വരെ PPE കിറ്റിന് ഓർഡർ കൊടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരു കമ്പനിക്ക് 1500 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ച ആരോഗ്യമന്ത്രിയും ഇതിനകത്ത് വൻ അഴിമതിയല്ലേ കാണിച്ചിട്ടുള്ളത്? ആരോഗ്യമന്ത്രി പറയുന്ന മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തത്. മുഖ്യമന്ത്രി അറിഞ്ഞ് ചെയ്താൽ അഴിമതി അല്ലാതാകുമോ? മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തെങ്കിൽ എല്ലാ അഴിമതിയും നടത്താൻ കഴിയുമോ? കോവിഡ് കാലത്ത് കത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തത്. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ ആ കാലഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട് ജനങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വലിയ ഗുരുതരമായ കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികൾ വിതരണം ചെയ്തു. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അപ്പോൾ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ചെയ്തത്. അപ്പൊ ഇതൊരു വലിയ അഴിമതിയാണ്, കൊള്ളയാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഇന്ന് CNDAG അത് ന്യായീകരിച്ചിരിക്കുന്നു. സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഇതിനെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് തുടരേണ്ടത്. ഈ അഴിമതിക്കാർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. കേരളം കണ്ട കോവിഡിന്റെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിച്ച ഇവരെ ജനങ്ങൾ വെറുതെ വിടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോൾ തന്നെ ലോകായുക്തയിൽ ഒരു കേസ് നിലവിലുണ്ട്. മറ്റെന്ത് നടപടി വേണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ആരോഗ്യമന്ത്രി അല്ലേ ആദ്യത്തെ പ്രതി ആരോഗ്യമന്ത്രി തന്നെയാണ്. അവരാകെ പറയുന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഞാൻ ചെയ്തത്. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞ് ഇങ്ങനൊരു അഴിമതി നടത്താമോ? അപ്പം മൊത്തം സർക്കാർ ഈ കാര്യത്തിൽ അഴിമതിക്കാരാണ്, അഴിമതി ചെയ്തിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് ഒരു കമ്മിറ്റിയാണ് തീരുമാനിച്ചെന്നാണ് പറയുന്നത്. ആ കമ്മിറ്റി തീരുമാനിച്ച നടപടിയും തെറ്റാണ്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് കിട്ടുമായിരിക്കെ കൂടിയ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സത്യം. അന്നത്തെ സാഹചര്യത്തിൽ കൂടിയ വിലയ്ക്ക് ഓർഡർ ചെയ്ത കമ്പനി 21 ദിവസം കഴിഞ്ഞാണ് സാധനം കൊടുത്തത്. അതിനു മുമ്പ് 450 രൂപയ്ക്ക് കൊടുക്കാമെന്ന കമ്പനി
അത് അപ്പോൾ തന്നെ കൊടുക്കാൻ തയ്യാറായിരുന്നു. അവിടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തെ വിറ്റ് കാശുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. ഒരു ദുരന്തത്തെ പോലും അഴിമതിക്കുള്ള ഉപാധിയാക്കി മാറ്റിയ ഗവൺമെന്റാണിത്. അതുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിനാലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിൽ പ്രതികരണവുമായി PV അൻവർ രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിലുള്ള വേട്ടയാടലാണിത്. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഉത്തരവ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന് കൈമാറി. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി സ്വന്തമാക്കിയതിലാണ് PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണം നടത്തി സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. പാട്ടവകാശം മാത്രമുള്ള ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പരാതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. MLA ആയിരിക്കുമ്പോൾ അധികാര ദുർവിനിയോഗം നടത്തിയാണ് ഭൂമി സ്വന്തം പേരിലേക്ക് മാറ്റിയതെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അൻവറിൽ നിന്നും നിരന്തരം ഭീഷണി നേരിടുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അൻവറിനെതിരെ നിരന്തരമായ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് മുരുകേഷ്. നിയമം ലംഘിച്ച് അൻവർ നിർമ്മിച്ച 4 തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് മുരുകേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. മുൻപ് മുരുകേഷ് നൽകിയ പല പരാതികളും സർക്കാർ നടപടി എടുത്തിരുന്നില്ല. എന്നാൽ അൻവർ മറുകണ്ഠം ചാടിയതോടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന ഉത്തരവിൽ ഒപ്പിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള എല്ലാ സഹായവും US അവസാനിപ്പിക്കുന്ന ഉത്തരവും ട്രംപ് പുറത്തിറക്കി. 4 വർഷം മുൻപ് തനിക്കുവേണ്ടി ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിൽ കടന്ന കലാപമുണ്ടാക്കിയ അക്രമികളെ ട്രംപ് കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയിൽ ഇനി അമേരിക്കയില്ല. ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകുന്ന ഭീമമായ സാമ്പത്തിക സഹായം അനാവശ്യ ചെലവാണെന്ന് ട്രംപ് പറഞ്ഞു. വിഷവാതകങ്ങൾ കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനം തടയാനും ലക്ഷ്യമിട്ട് ലോകരാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയെന്ന ഉത്തരവിലും ട്രംപ് ഒപ്പിട്ടു. കരാർ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാണെന്നാണ് ട്രംപിന്റെ നിലപാട്. 4 വർഷം മുൻപ് ട്രംപിനുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാതെ ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് ഇരച്ചുകയറി അക്രമം നടത്തിയ 1600 അനുയായികളെ രക്ഷിച്ചെടുക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പിട്ടു. ലോകത്തിനു മുന്നിൽ അമേരിക്കയെ നാണം കെടുത്തിയ ഈ കലാപകാരികൾക്ക് ഇനി തുടർ വിചാരണയില്ല. പ്രസിഡന്റിന്റെ സവിശേഷാധികാരം ഉപയോഗിച്ചാണ് ട്രംപ് ഇവരെ കുറ്റവിമുക്തരാക്കിയത്. അനധികൃത കുടിയേറ്റം തടയാൻ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ 90 ലക്ഷത്തോളം വരുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇനി രേഖകളിൽ ഉണ്ടാവില്ല. അമേരിക്കയിൽ 2 വർഗമേയുള്ളൂ, ആണും പെണ്ണുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് സർക്കാർ രേഖകളിൽ ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടാവില്ലെന്ന ഉത്തരവിലും ഒപ്പിട്ടു. അമേരിക്കയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന ജന്മാവകാശ പൗരത്വ രീതി അവസാനിപ്പിക്കാനുള്ള നടപടികൾക്കും തുടക്കമായി. ബൈഡൻ ഭരണകൂടമിറക്കിയ 80 ഉത്തരവുകൾ ട്രംപ് റദ്ദാക്കി. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ജോ ബൈഡൻ ക്യൂബയെ ഒഴിവാക്കിയിരുന്നു. ഈ തീരുമാനം റദ്ദാക്കി ക്യൂബയെ ഭീകരവാദ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തി. സർക്കാർ നിയമനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. രാജ്യത്തെ എല്ലാ ഖനന നിയന്ത്രണവും പിൻവലിച്ചു. പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് ട്രംപ് ഇറക്കിയ ഈ ഉത്തരവുകൾ പലതും വരും ദിവസങ്ങളിൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ബിനാമി സ്വത്ത് ഇടപാടുകളുണ്ടെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയ കമ്പനി ദിവ്യയുടെ ബിനാമി കമ്പനിയാണെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. കാർട്ടൺ ഇന്ത്യ അലയൻസ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ആസിഫും ദിവ്യയുടെ ഭർത്താവും ചേർന്ന ഭൂമി ഇടപാട് നടത്തിയെന്നും മുഹമ്മദ് ഷമ്മാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദിവ്യ പ്രസിഡന്റായിരിക്കെ 11 കോടിയോളം രൂപയുടെ കരാറുകൾ കമ്പനിക്ക് നൽകിയിരുന്നു.
കാർട്ടൺ ഇന്ത്യ അലയൻസ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ആസിഫും ദിവ്യയുടെ ഭർത്താവും ചേർന്നാണ് ഭൂമി ഇടപാടുകൾ നടത്തിയത്. കണ്ണൂർ പാലക്കയം തട്ടിൽ മുഹമ്മദ് ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെയും പേരിൽ വാങ്ങിയത് 4 ഏക്കർ ഭൂമിയാണെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു. അനധികൃതമായി സ്വന്തം ബെനാമി കമ്പനിക്ക് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപയുടെ കരാർ ദിവ്യ നൽകിയെന്ന് ആരോപിച്ച ഷമ്മാസ് അതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടിട്ടുണ്ട്. 11 കോടിയോളം രൂപയാണ് 2 വർഷത്തിനിടയിൽ പ്രീ ഫാബ്രിക്കേറ്റ് ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്ക് മാത്രമായി കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകിയത്. ഇതിനു പുറമെ പടിയൂർ ABC കേന്ദ്രത്തിന്റെ 76 ലക്ഷം രൂപയുടെ നിർമ്മാണ കരാറും ഈ കമ്പനിക്ക് തന്നെ നൽകി. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പ്രീ ഫാബ്രിക് നിർമ്മാണങ്ങളാണ് സിൽക്ക് വഴി ഈ കമ്പനിക്ക് നൽകിയത്. പ്രധാനമായും ബയോ ടോയ്ലറ്റുകൾ, മറ്റു കെട്ടിടങ്ങൾ എന്നിവയായിരുന്നു നിർമ്മാണങ്ങൾ. 3 വർഷത്തിനിടെ 12 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികളാണ് ഈ കമ്പനിക്ക് നൽകിയത്. ദിവ്യയുടെ ഉറ്റ സുഹൃത്തും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷാജിറിനും ഈ ബിനാമി ഇടപാടുകളിൽ പങ്കുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ കരാറുകളും ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു. സ്ഥലം രജിസ്റ്റർ ചെയ്ത രേഖകൾ മുഹമ്മദ് ഷമാസ് പുറത്തുവിടുകയും ചെയ്തു. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ തിരിച്ചടികൾ നേരിട്ട ദിവ്യക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഉന്നയിക്കുന്നത്. നേരത്തെയും പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടും ദിവ്യയുടെ ഭർത്താവിനെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് സ്വന്തം ബിനാമി കമ്പനിക്ക് PP ദിവ്യ നൽകിയത്. കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമയായ ആസിഫിന്റെയും ഈ പറയപ്പെട്ട PP ദിവ്യയുടെ ഭർത്താവിന്റെ പേരിൽ, സ്വന്തം ഭർത്താവിന്റെ പേരിൽ തന്നെ ബിനാമി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു. ബിനാമിയായ ആസിഫിന്റെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ പറഞ്ഞ PP ദിവ്യ എന്ത് ചെയ്യുന്നത്? അഴിമതിയുടെ പേര് പറഞ്ഞ് ചാരിത്ര പ്രസംഗം നടത്തി ഒരു മനുഷ്യന്റെ മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് നയിച്ച ദയനീയമായ സാഹചര്യം ഉണ്ടായത്. നിരവധി സ്ഥലങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉം അല്ല, ഈ പറഞ്ഞ 4 ഏക്കർ സ്ഥലം വാങ്ങിയതിന്റെ വ്യത്യസ്ത തലത്തിലുള്ള രജിസ്ട്രേഷൻ രേഖകളുണ്ട്. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതിനു ശേഷമുള്ള ആദ്യ ക്വാഡ് യോഗം ചൊവ്വാഴ്ച നടന്നു. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്തുവാൻ തീരുമാനിച്ചു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിക്ക് 4 രാജ്യങ്ങളും തയ്യാറെടുക്കുന്നുവെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അധ്യക്ഷതയിലായിരുന്നു മന്ത്രിതല യോഗം. ഇന്തോ പസഫിക്കിലെ സ്ഥിതിഗതികളിൽ നിർബന്ധിത നടപടികളിലൂടെ മാറ്റം വരുത്തുന്നതിൽ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകി. വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് മടങ്ങിയെത്തിയ ശേഷം ചൈനയെ ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ ഉന്നതതല യോഗമായി ക്വാഡ് മാറി. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഓസ്ട്രേലിയയുടെ പെന്നി വോങ്, ജപ്പാന്റെ ടക്കേഷി ഇവായ എന്നിവരുമായാണ് മാർക്കോ റൂബിയോ സംസാരിച്ചത്. ജനാധിപത്യ മൂല്യങ്ങൾ, പരമാധികാരം, നിയമവ്യവസ്ഥ തുടങ്ങിയവ സംരക്ഷിക്കപ്പെടുന്നതും സ്വതന്ത്രവുമായ ഇന്തോ പസഫിക് മേഖലയെ ശക്തിപ്പെടുത്താൻ 4 രാഷ്ട്രങ്ങൾക്കും പ്രതിബദ്ധതയുണ്ട്. ബലപ്രയോഗമോ നിർബന്ധിത നടപടിയോ വഴി നിലവിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ഏകപക്ഷീയ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. തായ്വാനിൽ ചൈനയുടെ അവകാശവാദങ്ങളെയും തള്ളിക്കളയുന്നതാണ് ഈ പ്രസ്താവനയെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ ഈ വർഷം നടത്താൻ തീരുമാനിച്ച ക്വാഡ് ഉച്ചകോടിയിൽ മാറ്റമില്ലെന്ന് യോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ട്രംപിന്റെ ആദ്യ യാത്രകളിലൊന്ന് ഇന്ത്യയിലേക്കാകുമെന്നുറപ്പായി. ക്വാഡ് ഉച്ചകോടിയെ ചൈനയ്ക്കെതിരായ പ്രതിരോധമായാണ് US കാണുന്നത്. ട്രംപ് സർക്കാരിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായക ക്വാഡ് യോഗം ചേർന്നത് പ്രാധാന്യമുള്ളതാണെന്ന് ജയശങ്കർ എക്സിൽ കുറിച്ചു. അംഗരാജ്യങ്ങളുടെ വിദേശ നയത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏകസ്ഥർ തങ്ങളുടെ ജീവിതം പ്രാർത്ഥനയിലൂടെ വിശദീകരിക്കണമെന്ന് കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി KCBC ഫാമിലി കമ്മീഷന്റെ കീഴിലുള്ള മരിയൻ സിംഗിൾ സൊസൈറ്റിയുടെ 3ാമത്തെ വീടായ മാട്ടുക്കട്ടയിലുള്ള സെന്റ് ആൻസ് വില്ലയുടെ ആശീർവാദ കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ അഭിമാനിക്കണമെന്നും ദൈവം നൽകിയ സിദ്ധികളും കഴിവുകളും സമൂഹത്തിനായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സെന്റ് ആൻസ് വില്ല ചാപ്പലിന്റെ ആശീർവാദ കർമ്മം കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷനും
KCBC ഫാമിലി കമ്മീഷൻ വൈസ് ചെയർമാനുമായ മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു. മാട്ടുക്കട്ടയിലെ മൂന്നാമത്തെ വീടിനുള്ള സ്ഥലം ദാനം ചെയ്ത മേരിക്കുളം ഇടവകയിലെ അന്നമ്മ ഇടപ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു. കേരള കത്തോലിക്ക സഭയിലെ അവിവാഹിതരായ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനായി രജിസ്റ്റർ ചെയ്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സൊസൈറ്റി ഓഫ് മരിയൻ സിംഗിൾസ്. സൊസൈറ്റി അവിവാഹിതരായ സ്ത്രീകളുടെ ഉന്നമനത്തിനായി സെമിനാറുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. KCBC ഫാമിലി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ 9 അംഗങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് സൊസൈറ്റിയുടെ ഭരണം നിർവഹിക്കുന്നത്. സൊസൈറ്റിക്ക് ഇപ്പോൾ 3 വീടുകളാണുള്ളത്. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഫ്ലവർ വില്ല, എറണാകുളം രൂപതയുടെ കീഴിലുള്ള മരിയ ഭവൻ എന്നിവിടങ്ങളിൽ എല്ലാ മാസവും പ്രാർത്ഥനാ ശുശ്രൂഷകളും ദിവ്യകാരുണ്യ ആഘോഷങ്ങളും കമ്മിറ്റി യോഗങ്ങളും പതിവായി നടക്കുന്നു. KCBC ഫാമിലി കമ്മീഷൻ ചെയർമാനായിരിക്കെ ഏകസ്ഥ ജീവിതത്തെ കേരള സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ അഭിവന്യ ആനി കുഴിക്കാട്ടിൽ പിതാവിന്റെയും KCBC ഫാമിലി കമ്മീഷൻ മുൻ സെക്രട്ടറി റെവറൻഡ് ഫാദർ പോൾ മാടശ്ശേരിയുടെയും സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് യോഗം വിലയിരുത്തി. മരിയൻ സിംഗിൾസ് സൊസൈറ്റി ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ ക്ലീറ്റസ് വർഗീസ് കതിർപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റെവറൻഡ് ഫാദർ തോമസ് തറയിൽ, ജീസസ് ഫ്രെറ്റേണിറ്റി സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ തട്ടിൽ, മീരിക്കുളം ഫൊറോന വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളി, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കണ്ടത്തിൽ, സയോൺ പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവേൽ കിഴക്കേ തലക്കൽ, സിസ്റ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. മരിയൻ സിംഗിൾസ് സൊസൈറ്റി പ്രസിഡന്റ് അച്ചാമ തോമസ്, സെക്രട്ടറിമാരായ മേരിക്കുട്ടി ജെയിംസ്, ചിന്നമ്മ മണിമലയിൽ, വർഗീസ് വെട്ടിയാനിക്കൽ എന്നിവർ നേതൃത്വം നൽകി. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട് സഹായം നൽകിയതിൽ മധ്യമേഖലാ ജയിൽ DIG P അജയ്കുമാർ, എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്ക് സസ്പെൻഷൻ. ജയിൽ ADGP ബൽറാം കുമാർ ഉപാധ്യായ നൽകിയ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞിരുന്ന കാക്കനാട് ജില്ലാ ജയിലിൽ അദ്ദേഹത്തിന് VIP പരിഗണന നൽകിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജയിലാസ്ഥാനത്തെ DIG വിനോദ് കുമാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇരുവരെയും അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ നടിയെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തി എറണാകുളം സെൻട്രൽ പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ അടച്ചിരുന്നു. ഈ മാസം 10-ന് ജയിലിൽ ഔദ്യോഗിക കാറിലല്ലാതെ 3 പേർക്കൊപ്പം എത്തിയ P അജയ്കുമാർ ബോബിക്ക് വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു ആരോപണം. ജയിലിൽ DIG എത്തിയത് ബോബിയുടെ സഹായികൾക്കൊപ്പം ആയിരുന്നെന്നും 2 മണിക്കൂറോളം സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബിക്കൊപ്പം ചെലവഴിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു. സൂപ്രണ്ടിന്റെ മുറിയിലെ ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിച്ചു. ഫോൺ വിളിക്കാനും മറ്റുമായി 200 രൂപ നൽകി. ഇത് പിന്നീട് രജിസ്റ്ററിൽ അനധികൃതമായി എഴുതി ചേർത്തു തുടങ്ങിയ കാര്യങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ജയിലാസ്ഥാനത്തെ DIG അന്വേഷണത്തിന് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയതും റിപ്പോർട്ട് നൽകിയതും. ഗുരുവായൂർ സന്ദർശനം കഴിഞ്ഞ് പോകുന്ന വഴി കുടുംബവുമൊത്ത് കയറിയതാണെന്ന് മധ്യമേഖല DIG നിലപാടെടുത്തെങ്കിലും ബൽറാം കുമാർ ഉപാധ്യായ അപ്പോൾ തന്നെ ഇത് നിരാകരിച്ചെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തുടർന്ന് ഇരുവർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകി. അതാണ് ഇന്ന് സസ്പെൻഷൻ ഉത്തരവായി പുറത്തിറങ്ങിയത്. അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ കൂടുതൽ പ്രശ്നത്തിലാക്കി ഒരു വകുപ്പ് കൂടി പോലീസ് ചുമത്തി. ഹണി റോസിന്റെ മൊഴിയിൽ തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് BNS 78 വകുപ്പ് കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകിയത്. ആദ്യമായി ഈ വകുപ്പ് ചുമത്തിയാൽ 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ജാമ്യം കിട്ടുന്ന കുറ്റമാണിത്. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ 5 വർഷമാണ്. ജാമ്യം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമായണത്തെ കൂട്ടുപിടിച്ച് ഡൽഹിയിൽ പാർട്ടികളുടെ പ്രചാരണം. വനവാസകാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകുവാൻ രാവണൻ അയച്ച സ്വർണ്ണമാനിനെ പോലെയാണ് BJP എന്ന് ആം ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. വാഗ്ദാനങ്ങൾ പാലിക്കാതെ BJP വഞ്ചിക്കുമെന്ന് വാദിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കെജ്രിവാൾ നടത്തിയ പ്രസംഗം BJP വിവാദമാക്കി. രാമായണത്തെ കെജ്രിവാൾ അവഹേളിച്ചെന്ന് കുറ്റപ്പെടുത്തി പ്രായശ്ചിത്ത പ്രാർത്ഥനയ്ക്ക് BJP നേതാക്കൾ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിലെത്തി.
രാവണനെ ന്യായീകരിക്കുന്ന അസുരപ്രേമികളായി BJP നേതാക്കൾ മാറിയെന്ന് കെജ്രിവാൾ തിരിച്ചടിച്ചു. തിങ്കളാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് കെജ്രിവാൾ BJPയെ മാനിനോട് ഉപമിച്ചത്. ഇതേറ്റുപിടിച്ച് കെജ്രിവാൾ ഹിന്ദു വിരുദ്ധനാണെന്ന് BJP ആരോപിച്ചു. ഇല്ലാക്കഥ പറഞ്ഞ് കെജ്രിവാൾ രാമായണത്തെ അവഹേളിച്ചെന്നും ഹിന്ദുവികാരം വ്രണപ്പെടുത്തിയെന്നും BJP ഡൽഹി പ്രസിഡന്റ് വീരേന്ദ്ര സുച്ദേവ കുറ്റപ്പെടുത്തി. അതേസമയം അസുരരാജാവായ രാവണനെ ന്യായീകരിച്ചാണ് BJP നേതാക്കളുടെ പ്രതിഷേധമെന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദം വരെ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പു നൽകി ഡൽഹിയിൽ BJPയുടെ 2ാം പ്രകടന പത്രിക. സാങ്കേതിക കോഴ്സുകൾ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് ഒറ്റത്തവണ സഹായമായി 15,000 രൂപ എന്നിവയാണ് മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ. മുതിർന്ന നേതാവ് അനുരാഗ് ഠാക്കൂറാണ് പത്രിക പുറത്തിറക്കിയത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടുത്ത ആഴ്ച മുതൽ ഡൽഹിയിൽ എത്തുമെന്ന വിവരം പുറത്തുവന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിതിന് വേണ്ടി രാഹുൽ പ്രചരണം നടത്തും. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ മത്സരിക്കുന്ന അൽക്ക ലാംബയ്ക്കു വേണ്ടി പ്രിയങ്ക റോഡ് ഷോ നടത്തും. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.